നമസ്കാരം. ഇതെൻ്റെ കത്തിരി കൃഷിയെക്കുറിച്ചാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഈ കത്തിരി നട്ടിട്ട് ഇപ്പോൾ ഏകദേശം 1 വർഷം കഴിഞ്ഞു. ഞാനിത് നടുന്നത് ചാമ്പൽ, ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക് ഇത് മിശ്രിതമായിട്ടിട്ടാണ് ഈ ചെടി നടുന്നത്. നടുമ്പോൾ തന്നെ ഇതിൻ്റെ കൂടെ ഒരു സപ്പോർട്ടീവായിട്ട് ഒരു കമ്പും കൂടെ വയ്ക്കാറുണ്ട്. കാരണം ഇല്ലെങ്കിൽ വലുതാകുമ്പോഴത്തേക്കും ഇത് ചാഞ്ഞു പോകും. ഇതിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ സാധാരണ വരുന്ന അസുഖം ദ്രുതവാട്ടം, വെള്ളീച്ചയുടെ ശല്യം. അപ്പോൾ ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത് വെളുത്തുള്ളി ചതച്ച് അതിൽ വെള്ളവും കൂടെ ചേർത്ത് വേപ്പിൻ്റെ എണ്ണ ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ വേപ്പിൻ പിണ്ണാക്ക് 3-4 ദിവസം കുതിർത്തിട്ട് അതിൻ്റെ വെള്ളവും കൂടെ ചേർത്തിട്ടാണ് ഇതിനകത്ത് ഞാൻ അടിക്കുന്നത്. ഇതിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേക കത്തിരിയാണ്. ഒരെണ്ണത്തിൽ അതായത് അതാണുണ്ടോ വലിപ്പം ഒരു കുറഞ്ഞത് ഒരു 1/4 കിലോയ്ക്ക് കൂടുതൽ ഇതിന് വലിപ്പമുണ്ട്. ഇതെല്ലാം ഈ ഒരു മൂട്ടിൽ നിന്ന് പറിച്ചതാണ്. ഇതാണ് ഇതിൻ്റെ വലിപ്പം. അപ്പോൾ ഇത്തരം കത്തിരികൾ നമ്മൾ നട്ടു കഴിഞ്ഞാൽ വിഷരഹിതമായിട്ടുള്ള കത്തിരി നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടുകയും ചെയ്യും. നമുക്ക് ഇതൊരു കുറഞ്ഞത് ഇനിയൊരു 2 വർഷം കൂടെ ഇതിൽ നിന്ന് ആദായം കിട്ടും. ഇപ്പോൾ തന്നെ ഏകദേശം 50-ലേറെ കായ കിട്ടിക്കഴിഞ്ഞു. നട്ട് ഒരു 30-40 ദിവസം കഴിയുമ്പോൾ അത് പൂക്കുകയും അത് കഴിഞ്ഞ് ഏകദേശം 1 മാസം കഴിയുമ്പോഴത്തേക്കും നമുക്ക് കായ എടുക്കാനും കഴിയും. ഇതേപോലെ ഞാനൊരു 3-4 സ്ഥലത്ത് നട്ടിട്ടുണ്ട്. ഇതെല്ലാം ഈ മൂട്ടിൽ നിന്ന് കിട്ടിയതാണ്. ഇനി അപ്പുറത്തുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഒന്നിച്ചടത്ത് കഴിഞ്ഞാലേ പിന്നെ നമുക്ക് ഇത് കേടായി പോകും. അതുകൊണ്ട് എല്ലാം കൂടെ ഒന്നിച്ച് പറിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങളും ഇത് കാണുന്നവർ കത്തിരി നടുക. സ്ഥലപരിമിതി ഉള്ളവർക്ക് വേണമെങ്കിൽ ടെറസിൻ്റെ മുകളിൽ നടാം. നമുക്ക് നല്ല രുചികരമായിട്ടുള്ള വിഷരഹിതമായ പച്ചക്കറി നമുക്ക് കിട്ടും. ഞാനിപ്പോൾ കത്തിരി മാത്രമല്ല, മഞ്ഞളുണ്ട്, റംബൂട്ടാനുണ്ട്, ചേനയുണ്ട്, എല്ലാം നട്ടിട്ടുണ്ട്. അപ്പോൾ ഓരോ ദിവസം ഞാൻ ഓരോന്നിനെ പരിചയപ്പെടുത്താം. അതുകൊണ്ട് എല്ലാവരും നല്ല ഇനത്തിൽപ്പെട്ട ഇതുപോലെ വലിപ്പമുള്ള കത്തിരികൾ ഉണ്ടെങ്കിൽ തൈ വാങ്ങിച്ച് നടുക. എല്ലാവർക്കും നമസ്കാരം, നന്ദി, നമസ്കാരം. പറ്റുമെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു വെരി മച്ച്.